നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീടിൻ്റെ കന്നിമൂലയെക്കുറിച്ചാണ്. ഏവർക്കും എൻ്റെ ഈ എളിയ ചാനലിലേക്ക് സ്വാഗതം. വിശ്വാസ സംബന്ധമായ കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നതിന് വേണ്ടി എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. തുടർന്ന് വരുന്ന ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്തും വയ്ക്കുക. വാസ്തുശാസ്ത്രപ്രകാരം 4 ദിശകളാണ് പ്രധാനമായും വരുന്നത്. കിഴക്ക്, വടക്ക്, തെക്ക്, പടിഞ്ഞാറ്. ഈ 4 ദിശകൾക്കും ഇവ ചേർന്ന് വരുന്ന ദിക്കുകൾക്കും വളരെ പ്രാധാന്യമുണ്ട്. ഇതിൽ തെക്കു പടിഞ്ഞാറ് ദിശ, അതായത് കന്നിമൂല എന്ന് പറയപ്പെടുന്ന ഈ ദിശ 8 ദിക്കിലും വെച്ച് വളരെ ശക്തിയേറിയ ദിക്കാണ് എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ ദിശയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. വാസ്തുശാസ്ത്രപ്രകാരം ഈശാനകോൺ, അതായത് വടക്കു കിഴക്ക് മൂല, കന്നിമൂലയേക്കാൾ താഴ്ന്നതായിട്ടുള്ള ഭൂമി തിരഞ്ഞെടുക്കുന്നതാണ് ഉത്തമം. ദിശകളിൽ തെക്കു പടിഞ്ഞാറ് മൂലയുടെ അധിപൻ അസുരനും ബാക്കി 7 ദിക്കുകളുടെ അധിപന്മാർ ദേവന്മാരുമായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് കന്നിമൂലയ്ക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഈ മൂലയിൽ ഏതെല്ലാം വസ്തുക്കളാണ് വരാൻ പാടുള്ളതും പാടില്ലാത്തതുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. കന്നിമൂല എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. ഈ ഭാഗം ശരിയായ രീതിയിലല്ല നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ ആ കുടുംബത്തിന് വളരെയധികം അസ്വസ്ഥതകളാണ് അനുഭവപ്പെടുന്നത്. ഈ ഭാഗത്ത് ഗേറ്റ് വയ്ക്കുവാനോ വഴി വെട്ടുവാനോ പാടുള്ളതല്ല. അതുപോലെ തന്നെ സെപ്റ്റിക് ടാങ്ക്, കാർ പോർച്ച്, അടുക്കള, കുളിമുറി, ടോയ്ലറ്റ്, അതുപോലെ തന്നെ കുഴികൾ, കിണറുകൾ എന്നിങ്ങനെയുള്ളവ വരാൻ പാടുള്ളതല്ല. കന്നിമൂലയിൽ മലമൂത്ര വിസർജനം ചെയ്യാൻ പാടുള്ളതല്ല. കൂടാതെ കോവണിപ്പടി, അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളുടെ കൂട് എന്നിവയും ഇവിടെ വരാൻ പാടുള്ളതല്ല. കന്നിമൂലയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും അസ്വസ്ഥതകളാണ് ഉണ്ടാവുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ അസ്വസ്ഥതകളുണ്ടാവും. മക്കളാൽ വിഷമതകൾ അനുഭവിക്കേണ്ടി വരും. രോഗവും ദുരിതവും ദാരിദ്ര്യവും വന്നു ചേരുന്നതാണ്. കർമ്മരംഗത്ത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത്. കന്നിമൂലയെ മലിനപ്പെടുത്തുന്ന തരത്തിലുള്ള ഈ ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് വേഗം തന്നെ പരിഹാരം കണ്ടെത്തേണ്ടതാണ്. ഈ ഭാഗത്ത് തെങ്ങു നട്ടു വളർത്തുന്നത് വളരെ ഉത്തമമാണ്. ഈ ഭാഗത്ത് കറുക, മുക്കൂറ്റി, തുളസി തുടങ്ങിയ സസ്യങ്ങൾ നട്ടു വളർത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ശംഖുപുഷ്പം, മുല്ല, പിച്ചി തുടങ്ങിയ ചെടികൾ ഈ ഭാഗത്ത് നട്ടു വളർത്താവുന്നതാണ്. അതുപോലെ തന്നെ പുളിമരം ഇവിടെ നടാൻ പാടുള്ളതല്ല. ഈ ദിശയിലുള്ള മുറിയിൽ പണവും ആഭരണങ്ങളും സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. അലമാര, അതുപോലെയുള്ള വളരെ വിലപിടിപ്പുള്ള ഫർണിച്ചറുകൾ ഈ ഭാഗത്ത് സ്ഥാപിക്കുന്നതിൽ തെറ്റില്ല. ഈ ദിശയിൽ അലമാര വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ വാതിൽ വടക്കു ദിശയിലേക്കോ കിഴക്കു ദിശയിലേക്കോ തുറക്കാവുന്ന രീതിയിൽ വേണം വയ്ക്കാൻ. ഈ ദിശയിൽ വയ്ക്കുന്ന അലമാരയിൽ സ്വർണ്ണാഭരണങ്ങളും പണവും സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. അത് ഇരട്ടിയായി തിരിച്ചു കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. ഇത് സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ ഒരു ചുമന്ന പട്ടിൽ പൊതിഞ്ഞു വയ്ക്കുകയാണെങ്കിൽ അത് കൂടുതൽ നല്ലതായിരിക്കും. ഈ ഭാഗത്ത് പ്രധാന ബെഡ്റൂം വരുന്നതും വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ കന്നിമൂല ഭാഗത്ത് വരുന്ന ആ മുറി കൂടുതലും ജപത്തിനും വിളക്കു തെളിയിക്കാനും പോലെയുള്ള കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കൂടുതൽ നല്ലതായിരിക്കും.